നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ദേശീയപാത പുതുക്കാട് സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിൽ പോയിരുന്ന ബസിന്റെയും ടോറസിന്റെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ചാലക്കുടി പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ കാടുകുറ്റി പഞ്ചായത്തിലെ കല്ലൂർ ചൂണ്ടാണിക്കടവിൽ കാണാതായ കല്ലൂർ സ്വദേശി സതീഷ് കുമാർ എന്നയാളുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ന്യൂ ഇയർ ദിനാഘോഷത്തിന് ശേഷം ഇന്നലെ പുലർച്ചെ 2:30യോടെയാണ് സതീഷ് കുമാറിനെ കാണാതായത്. തുടർന്ന് ഇന്നലെ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിൽ ഫലം കണ്ടിരുന്നില്ല. ഇന്ന് വീണ്ടും നടത്തിയ തെരച്ചിലിനിടെയാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു. 5 അംഗ കവർച്ചാ സംഘത്തെ മാരകായുധങ്ങളുമായി ആമ്പല്ലൂരിൽ നിന്നും പിടികൂടി. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശികളായ വെട്ടുകുഴിയിൽ വീട്ടിൽ സിജോ, പള്ളിവീട് വീട്ടിൽ അഫാൻ, നാട്ടിക AKG നഗർ സ്വദേശികളായ സുജീഷ്, പട്ടാട്ട് വീട്ടിൽ മിഥുൻ, പെരിങ്ങോട്ടുകര സ്വദേശിയായ ചിറയത്ത് വീട്ടിൽ ധനേഷ് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് സാഹസികമായി പിടികൂടിയത്. ഡിസംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടനെല്ലൂരിൽ വെച്ച് ദേശീയപാതയിൽ സഞ്ചരിക്കുന്നവർ പാതയോരത്ത് വിശ്രമത്തിനായി പാർക്ക് ചെയ്യുന്ന സമയത്ത് സഞ്ചാരികളെ ആക്രമിച്ച് കവർച്ച ചെയ്യുന്നതിനായി തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു 5 അംഗ സംഘം. പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒല്ലൂർ പോലീസ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തെ സംശയാസ്പദമായ രീതിയിൽ കണ്ട് പരിശോധിക്കാനെത്തിയ സമയം പ്രതികൾ വാഹനത്തിൽ കയറി അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. വാഹനത്തെ പിന്തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെത്തിയപ്പോൾ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ടോൾ പ്ലാസയിലെ ബാരിയർ ഇടിച്ചു തെറിപ്പിച്ച് പോവുകയും അവരെ പിന്തുടർന്ന പോലീസ് സംഘം ആമ്പല്ലൂരിൽ വെച്ച് പ്രതികളെ പിടികൂടുകയുമായിരുന്നു. വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചപ്പോൾ ബസിന്റെ ഇടത് ഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലായിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ യുവാവ് മരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് നിസാര പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ നിതിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ ഭാരതിയിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VP ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് PM ബാബു, CK ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ KK സുധീർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പഴുവിൽ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 60ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. പഴുവിൽ SN റോഡിൽ വടക്കംതറ കൂട്ടായ്മ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്ത് മാംസാഹാരവും പൊറോട്ടയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ഛർദിയും വയറിളക്കവും തളർച്ചയും അനുഭവപ്പെട്ടത്. കുട്ടികളടക്കമുള്ള 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തെ പ്രമുഖ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചതെന്ന് പറയുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഭക്ഷണത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡംഗം ഉല്ലാസ് കണ്ണോളി എന്നിവർ സ്ഥലത്തെത്തി.
ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ സാരമുള്ളതല്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇത്രയധികം പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തൃപ്രയാറിലെ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ മോഷണശ്രമം. CCTVയിലെ ദൃശ്യങ്ങൾ കണ്ട് വിദേശത്തുള്ള വീട്ടുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ആദ്യം കോട്ടപ്പടി പെരുവഴിത്തോട് മാറൂക്കി മിനി ടോമിയുടെ വീടിന്റെ അടുക്കളവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരകൾ കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി 3 കോഴിമുട്ട എടുത്ത് ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്ത് കഴിച്ചു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും എടുത്ത് ഭക്ഷിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള ചൂൽപ്പുറം വലിയപുരയ്ക്കൽ വിഭിന്നന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് അകത്ത് കയറി. ഇതേസമയം വിദേശത്തുള്ള വിപിനന് ഫോണിൽ CCTVയിൽ നിന്നും സന്ദേശമെത്തി. ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാറയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിഞ്ഞാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണായിരുന്നു മരണം. ഇരിഞ്ഞാലക്കുട കൊട്ടിലങ്ങാപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷറഫിന്റെ മകൾ ആഫിദയാണ് മരിച്ചത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു. 10 കുളങ്ങരയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ. നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ എതിരെ നിന്നും വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി. ഈ സമയം പിറകിൽ നിന്നും വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി. മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങി. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്നാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ തയ്യാറായത്. തൃശൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ഹൈദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷാക്കിർ മുതുമറ്റൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റു പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന്റെ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി ഡയറി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ദേവസ്വം പാഞ്ചാനം ഗസ്റ്റ് ഹൌസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്നും നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. അമ്മ ശില്പ, 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മഹിത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. തനിക്ക് പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറിക്കിടക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ മൊഴി. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ
ഇരിട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 2 ആനക്കൊമ്പുമായി ചാലക്കുടി സ്വദേശികളായ 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ചാലക്കുടി മാരാങ്കോട് സ്വദേശികളായ ജിബിൻ, ലിബിൻ എന്നിവരാണ് വനം ഇന്റലിജൻസിന്റെ പിടിയിലായത്. ആനക്കൊമ്പ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 കൈ സ്വദേശി തട്ടകം ഡേവിസ്, കണ്ണൂർ ഇരട്ടി സ്വദേശി റെജി, ചാലക്കുടി സ്വദേശി ജ്യോതിഷ് എന്നിവർ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ സമീപത്തു നിന്നാണ് പ്രതികളെ വനംവകുപ്പ് ഇന്റലിജൻസ് പിടികൂടിയത്. തുടർ നടപടികൾക്കായി മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതികളെ കൈമാറി. ഇപ്പോൾ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ പ്രജി AC, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജഹാൻ M എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു. ഇരിങ്ങാലക്കുടയിൽ ലോറി കടന്നുപോയപ്പോൾ പൊട്ടിയ കേബിൾ വയറുകളിൽ കുടുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ലോറിയിൽ ക്രെയിൻ ഘടിപ്പിച്ച വാഹനമാണ് ഇതുവഴി കടന്നുപോയത്. റോഡിലെ നിരവധി കേബിൾ വയറുകൾ പൊട്ടിക്കാൻ ഇടയായിരുന്നു. ഇതുവഴി പിന്നീട് വന്ന രാപ്പാൾ പള്ളം സ്വദേശിയായ അബിൻ എന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അപകടമുണ്ടായത്. അബിന്റെ ബൈക്കിൽ കേബിളുകൾ ചുറ്റി റോഡിൽ വീഴുകയായിരുന്നു. യുവാവിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേബിളുകൾ പൊട്ടിച്ചിട്ടും യാത്ര തുടർന്ന ലോറി പിന്നീട് നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. ഇരിങ്ങാലക്കുട പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് മാപ്രാണത്ത് സമാനമായ രീതിയിൽ ഡെലിവറി ജോലി ചെയ്യുന്ന മാരത്തോൺ ഓട്ടക്കാരനായ പൊറുത്തുശ്ശേരി സ്വദേശിക്ക് വഴിയിൽ പൊട്ടിവീണ കേബിൾ ബൈക്കിൽ ചുറ്റി അപകടം സംഭവിച്ചത്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.